എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ചിപ്പിമോളും മഹേഷിനെ വിളിക്കുന്നുണ്ട്. ചിപ്പിമോള് കോള് കണ്ടുകഴിഞ്ഞപ്പത്തേനും മഹേഷിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അങ്ങനെ ചിപ്പിമോള് ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിന്റെ അടുത്തേക്ക് രാമനാഥൻ ചെല്ലുവാണ്. രാമനാഥൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ ഇനിയെങ്കിലും നീ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവുക കണ്ടില്ലേ, ഒരു കാരണവശാലും ചിപ്പിമോൾ അവിടെ സേഫ് അല്ല. ആ രചനയുടെയും ആകാശിന്റെ അടുത്ത് എത്രയെന്ന് പറഞ്ഞാലും രണ്ടാനച്ഛൻ അവന്. ഇന്നല്ലെങ്കിൽ നാളെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് കണ്ണീര് കുടിക്കേണ്ടി വരും. കോടതി മിക്കവാറും രചനയ്ക്ക് അനുകൂലമായിട്ടായിരിക്കും ഒരു വിധി പറയുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇഷിത നമ്മുടെ കൈവശം വരണം. ഇഷിത വന്നെങ്കിൽ മാത്രമേ ചിപ്പിമോളൊക്കെ നമുക്ക് സ്വന്തമാകാണ്ട് പറ്റുള്ളൂ. നീ ശരിക്കും ഒന്ന് ആലോചിക്കാൻ പറയാണ്. നിനക്ക് ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി ഞാൻ കൂടുതൽ നിന്നെ നിർബന്ധിക്കാൻ പോകുന്നില്ല. ചിപ്പിമോള് പറഞ്ഞു കേട്ടില്ലേ എന്നെ വന്ന് കൊണ്ടുപോകാ അച്ചാന്ന്. ഒരു പക്ഷേങ്കില് ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അത്രയ്ക്ക് വേദന അവിടെ ഉണ്ടാവുന്നുണ്ട്. അയാളെ ഭയപ്പെടുന്നുണ്ട്, ആകാശിനെ. അപ്പൊ അതിനർത്ഥം എന്താ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കാൻ പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രാമനാഥൻ. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ മഹേഷ് ആലോചിക്കുക. എന്ത് ചെയ്യണം? ചിപ്പിമോൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്താലും കുഴപ്പമില്ല. ചിപ്പിമോളെ തനിക്ക് ഒരിക്കലും നഷ്ടമാകാൻ പാടില്ല. അവളെ തനിക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ താന് എപ്പോഴാണെങ്കിലും ആരെങ്കിലും കല്യാണം കഴിക്കണം. എങ്കിൽ പിന്നെ ഡോക്ടർ ഇഷിത ആയാലും എന്താ കുഴപ്പമിരിക്കണേ? അവളും താനും ഒന്നിച്ച് ജീവിച്ചോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. തനിക്ക് ആവശ്യം തന്റെ ചിപ്പിമോൾക്ക് ഒരു അമ്മയാണ്, അല്ലാതെ തനിക്കൊരു ഭാര്യയല്ല. അങ്ങനെയാണെങ്കിൽ ഇഷിതയെന്നല്ല ആരെങ്കിലും വിവാഹം കഴിച്ചാൽ മതിയുള്ളൂ. ഇഷിതയാകുമ്പം പിന്നെ മോളുടെ കാര്യത്തിൽ താന് ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, സേഫ് ആയിരിക്കും. അവൾക്ക് ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. അപ്പം തന്റെ മോളെ സ്വന്തം മോളെ പോലെ പൊന്നു പോലെ സ്നേഹിക്കാൻ അവൾക്ക് സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴാണെങ്കിൽ ശരി, അത്രമാത്രം സ്വന്തം പെറ്റമ്മേലേക്കാളും കൂടുതലായിട്ട് ഇഷിതേനെയാണ് ചിപ്പിമോൾ സ്നേഹിക്കുന്നത്. അതിന് ഒന്നാന്തരം അർത്ഥമാണല്ലോ കോടതി വെച്ച് അങ്ങനെ പറഞ്ഞ്. തനിക്ക് വേറെ ആരുടെയും കൂടെ പോണ്ട, അച്ഛന്റെ അമ്മയുടെയും കൂടെ പോണ്ട, തനിക്ക് ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ്. പിന്നീട് കുറെ സമയം ആലോചിച്ചതിന് ശേഷം നേരെ മാഷിന്റെ അടുത്തേക്ക് നേരെ രാമനാഥന്റെ അടുത്തേക്ക് എല്ലുവാണ് മഹേഷ്. പിന്നീട് അതെ, എനിക്ക് സമ്മതം അച്ഛാ, ഡോക്ടർ ഇഷിതയെ വിവാഹം കഴിക്കാൻ സമ്മതം എന്ന് പറയണം. ഇത് കേട്ടതും രാമനാഥൻ ചോദിച്ചു, സത്യമാണോ മോനെ നീ പറയണെന്ന് ചോദിക്കും. സത്യമാണെന്ന് പറയണേ. പിന്നീട് രാമനാഥൻ മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെ വരുണ്ടായിരുന്നുള്ളത്. ഇപ്പോഴല്ലേ നിനക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു ചോദിക്കുക. ഈ സമയത്ത് അങ്ങോട്ട് ആ സ്വപ്നവല്ലി പറഞ്ഞു, ചിപ്പിമോൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ ഞാനും സമ്മതമാണ്. എനിക്ക് സമ്മതമാണ്. എനിക്കും കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ മോളെ എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. പിന്നീട് രാമനാഥൻ നേരെ ഈ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് മാഷിന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പ്രിയാമണി ഉണ്ടായിരുന്നു. അപ്പൊ മാഷ് കയറിയൊന്നും പ്രിയാമണിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഈ സമയം മാഷ് പറഞ്ഞു, രാമനാഥൻ കയറി വരാൻ പറയണേ. അങ്ങനെ രാമനാഥൻ കയറി വന്നു. എന്താ രാമ, എന്താ പ്രത്യേകിച്ച് ചോദിക്കാം. അത് പിന്നെ ഒരു ഭാഗം ഓക്കെ എന്ന് പറയണേ. എന്ത്? അവിടെ എല്ലാം ഓക്കെ, മഹേഷ് സമ്മതിച്ചു ഇഷിതയുമായിട്ടുള്ള വിവാഹത്തിനെന്ന് പറയണം. ആഹാ, അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ എന്ന് പറയാം. പക്ഷേങ്കിൽ ഇവിടെ ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല, ഗ്രീൻ സിഗ്നൽ വീണിട്ടില്ല എന്ന് പറയാം. സാരമില്ല മാഷേ, നമുക്ക് കാത്തിരിക്കാം. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ആരും സമ്മതിക്കില്ലല്ലോ, എന്നാലും സമയം എടുക്കും എന്ന് പറയണം. സാരമില്ല, എന്തേലും ഒരു വഴി ദൈവമായിട്ട് കാണിച്ചു തരും. അവർ രണ്ടുപേരും ഒന്നിക്കാനുള്ളതാണെങ്കിൽ രാമനാഥൻ ധൈര്യമായിട്ടിരിക്കും. ഉറപ്പായിട്ടും അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കും. അതുവരെ നമ്മൾ ഈ പോരാട്ടം തുടരുമെന്ന് പറയാണ്. പിന്നീട് ഭയങ്കര സന്തോഷത്തോട് വിട്ടാണ് രാമനാഥൻ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിഞ്ഞാൽ പ്രിയാമണി വന്നിട്ട് ചോദിച്ചു, അയ്യ എന്താ വന്നിട്ട് പറഞ്ഞെന്ന് ചോദിക്കാം. മഹേഷിന് സമ്മതം വന്നു. അതല്ലേലും എനിക്കറിയായിരുന്നു അതങ്ങനെ അവസാനം വരുവളന്ന്. അയാൾക്ക് സമ്മതമാണ് പോലും. ദേ, നമ്മുടെ മോളെ പോലെ നല്ലൊരു പെൺകുട്ടീനല്ലേ കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കാം. ദേ, അങ്ങനെ പറയരുത്. നിനക്കറിയാലോ ചിപ്പിമോളെ എത്രമാത്രം ഡോക്ടർ ഇഷിത സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം അവള് ഒരു ഡോക്ടർ കൂടെയാണ്. അവൾ ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പൊ അവൾക്ക് ചിപ്പിമോളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നണമെങ്കിൽ ചിപ്പിമോളെ അത്രമാത്രം അവൾ സ്നേഹിക്കുന്നോണ്ടല്ലേ. അപ്പൊ നീ ഒരു കാര്യം വിചാരിക്കുക, അവളുടെ നല്ല ഭാവിയൊക്കെയായിരുന്നു ഞാൻ പറയണേ. അവൾക്ക് നാളെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കേണ്ടതായിട്ട് വരും, വേറെ കല്യാണം കഴിച്ചാൽ പോലും. പക്ഷെ ചിപ്പിമോളാണെ ആ കാര്യമില്ല. ചിപ്പിമോൾക്ക് സ്വന്തം പെറ്റമ്മേനേക്കാളും കാര്യമില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം ഇതാ. എന്തിനാ പ്രിയാമണി വെറുതെ എതിർത്ത് നിൽക്കുന്നത്? അവളുടെ നല്ല ജീവിതം നമ്മളായിട്ട് തല്ലിക്കെടുത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അത് ശരിയാ എന്ന് പ്രിയാമണിക്കും തോന്നി. ഇതൊക്കെ പറയുന്ന കേൾക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൾ ഇതുവരായിട്ടും അമ്പിനും വില്ലിനും അടുത്തിട്ടില്ലോ എന്ന് പറയണം. മാഷ് പറഞ്ഞ്, നിക്ക്, എപ്പോഴാണെങ്കിലും ദൈവമായിട്ടൊരു സമയം തരും എന്ന് പറഞ്ഞിട്ട് മാഷ് ഇരിക്കുകയാണ്. അങ്ങനെ ഈ സമയം വീട്ടിലേക്ക് വരുവാണ് ആകാശിന്റെ മനസ്സ് നിറയെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഇഷിതയാണ് ഇതിനകത്ത് പ്രധാന കണ്ണി. ഇഷിതേനെ കയ്യിലെടുക്കണം. അവളുടെ കയ്യിൽ ഒരു പക്ഷേ ശോഭ എന്തെങ്കിലും തെളിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ പിടിച്ച് ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചേക്കും ഒന്ന് ചിന്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾക്കെതിരെ നീങ്ങണം. അവൾക്കെതിരെ നീങ്ങിയിട്ടേ കാര്യമുള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രചന വന്നു. രചന വന്നിട്ട് ചോദിച്ചു, എന്താ ആകാശ ഭയങ്കര ചിന്തയിലാണല്ലേ? ഒന്നുമില്ലാന്ന് പറയണ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ? കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. അല്ല, നീ ഡോക്ടർ ഇഷിതയായിട്ട് ഇപ്പോഴും കൂട്ടുന്നതൊക്കെ തന്നെയല്ലേ നിൽക്കും? അതെന്താ കുഴപ്പം? ഞങ്ങൾ തമ്മിൽ കമ്പനി വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. എന്താ കാര്യം? അല്ല, നമുക്ക് ഇഷിതയുടെ കുറച്ച് സഹായങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുമെന്ന് പറയാണ്. എന്ത് സഹായം? അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. ചിപ്പിമോളുടെ കാര്യത്തിലായിരിക്കും അങ്ങനെയാണ് രചന വിചാരിച്ചത്. രചനയ്ക്ക് അറിയത്തില്ലോ ഈ അശ്വതി ശർമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആകാശനുള്ള പങ്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കുള്ള പങ്കിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ. അപ്പൊ രചനയുടെ വിചാരം എന്താ? ഇപ്പോഴും തന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് ആകാശ്. അതുകൊണ്ടാണ് അവൻ തന്നെ ഇത്രമാത്രം സ്നേഹിച്ച് കൂടെ പിടിക്കുന്നത്. മഹേഷിനെ പോലൊന്നും അല്ല എന്നുള്ള ചിന്തയാ. പക്ഷെ ആകാശ് കുറുക്കന്റെ ബുദ്ധിയാ. അവൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം രചനയ്ക്ക് അറിയത്തില്ലായിരുന്നു. രചനയെ സ്നേഹിക്കുന്ന പോലില്ല, സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് പക്ഷെ രചനയ്ക്കാണ് മനസ്സിലാവാതിരിക്കുന്നത്. ഈ സമയം ഇഷിത ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. ഇഷിതയുടെ മനസ്സെന്നറിയ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ ആയിരുന്നു. ചിപ്പിമോളെ കുറിച്ചുള്ള ചിന്തകള്. ചിപ്പിമോളെ ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തയോട് കൂട്ടിയിട്ടാണ് വരുന്നത്. ആ സമയം മാഷ് എന്ത് ചെയ്യുകയാണ്? മാഷിനാണെങ്കിൽ ആ ഫ്ലാറ്റിനകത്തിന് ആകെ പടിയിൽ വീർപ്പുമുട്ടൽ തോന്നി. മാഷ് നേരെ താഴെ ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. അവിടെ പോയി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. തന്റെ മോളെന്താ ഇതുവരെയായിട്ടും മനസ്സിലാക്കാത്ത തന്നെ? ഒരു പക്ഷേങ്കിൽ അവളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആയ ചിപ്പിമോളെ കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചിപ്പിമോളെ കണ്ട ഉടനെ മാഷ ശ്രദ്ധിച്ചു. ചിപ്പിമോൾ അങ്ങോട്ട് ഓടി വരുന്ന കണ്ടു. പെട്ടെന്ന് മാഷ അങ്ങോട്ട് ചെല്ലുവാണ്. ആഹാ, ഇതെന്താ മോളെയും കുട്ടി? അത് മോൾക്ക് പിന്നെ ഡോക്ടർ ഇഷിതനെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാണ്. അത് കേട്ടതും മാഷോട്, അത് പിന്നെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ആയല്ലേ, നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. എന്താ എന്താ മാഷ കാര്യം എന്താന്ന് ചോദിക്കുക. അതെ, അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കല്യാണം നടക്കും. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ ചിപ്പിമോൾ അവൾക്കൊരു ബാധ്യമായിട്ട് മാറില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് മാഷ ആ കാര്യങ്ങളൊക്കെ പറയണ. ഇഷിതയുടെ മഹേഷിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചും ഇഷിത സംസാരിക്കാത്തതിന് ഇഷിത സമ്മതിക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനിക്കും വല്ലാത്ത സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു പക്ഷേ ഇനി ഇവളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകത്തുള്ളൂ. അവൾക്ക് ഒരിക്കലും ചിപ്പിമോളെ പിരിയാനും പറ്റത്തില്ല. പക്ഷെ നാളെ മഹേഷ് ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേനും അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇനി ചിപ്പിമോളെയും കൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഇഷിതക്ക് കാണണമെന്ന് പറഞ്ഞാൽ പോലും ചിപ്പിമോളെ കാണിക്കില്ല. അവളോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തേ, മഹേഷിനെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചിപ്പിമോളെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനി പറഞ്ഞു, അല്ല മാഷെ, അത് പിന്നെ ഡോക്ടർ കാണാതിരിക്കുമെന്ന് ചോദിക്കാം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾക്ക് അതിന് കഴിയണം, ഇല്ലെങ്കിൽ എൻ്റെ മോള് മഹേഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ഇഷിത കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ അത് കണ്ടു. ദേ, ഷിയാമെന്ന് വിളിച്ച് ഓടിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനി കയറി മോളെ അങ്ങ് തടഞ്ഞു. മാഷ് പറഞ്ഞു, അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് കുഞ്ഞിനെ കാണിക്കണ്ടെന്ന് പറയാണ്. അപ്പത്തേനും ഇഷിത അങ്ങോട്ട് വന്നു. ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനി എന്തേ കുഞ്ഞിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ചിപ്പിമോളെ, എനിക്ക് ഷിയാമ്മേനെ കാണണം, ഞാൻ ഷിയാമ്മേനെ കാണട്ടെ, ആയമ്മ എനിക്ക് കാണണം എന്ന് പറയാണ്. വേണ്ട, മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് മോളെ പിടിച്ചങ്ങ് വലിച്ചോണ്ട് കഴിയുമ്പോഴത്തേനും ഇഷിത അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും മാഷ് പറഞ്ഞു, നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അല്ല, ഞാൻ ചിപ്പിമോളെ കാണാനായിട്ട് നിന്നോടൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. ചിപ്പിമോളെ കാണണമെങ്കിൽ നീ മഹേഷിനുമായിട്ട് വിവാഹത്തിന് തയ്യാറാവണമെന്ന്. അല്ലാത്ത പക്ഷം നിനക്ക് ഇനി ചിപ്പിമോളെ കാണാൻ പറ്റില്ല. അവള് മഹേഷിന്റെ കുട്ടിയാണ്. നിന്നെ അവൾ അമ്മയായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മഹേഷ് ആരാന്ന് ചോദിക്കുക. ഈ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം ഇഷിത എന്ത് മറുപടി പറയാണെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നീ അവളെ കാണണ്ടാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് മാഷ് ഇഷിതനെ വിളിച്ചോണ്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇഷിത തിരിഞ്ഞു നോക്കുമ്പോൾ ചിപ്പിമോടെ ആ കരച്ചില് കാണായിരുന്നു. ഇഷിത നെഞ്ചു നിറയെ ആ ചിപ്പിമോടെ ആ മുഖം മാറുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അതെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ചിപ്പിമോളുടെ വേദന എന്താന്ന്? നിന്നെ കാണാതിരിക്കുമ്പോൾ ആ പിഞ്ചു മനസ്സ് അത്രയധികം വേദനയ്ക്കുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയാണ്. ഇനി നിനക്ക് തീരുമാനം എടുക്കാന്ന് പറയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഇഷിത കുറെ സമയം ആലോചിച്ചിട്ട് അവസാനം ഇഷിത തീരുമാനം എടുക്കുകയാണ്. ചിപ്പിമോളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ചിപ്പിമോളെ എങ്ങനെ സ്വന്തമാക്കണം, അതിനു വേണ്ടിയിട്ട് അവസാനം ഇഷിത എന്ന മാഷിനോട് എനിക്ക് സമ്മതമാണ്, മഹേഷുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതം, അച്ഛൻ അവരോട് പറഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് എന്തെന്നില്ല സന്തോഷം. മാഷിന് അറിയായിരുന്നു അങ്ങനെ സംഭവിക്കണം ഒക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ കല്യാണ മേളമൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.